കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്നുള്ള നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ എന്താ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ എന്താ പറഞ്ഞു നിർത്തിയത്? NFR അല്ലേ, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്താ, അതിൻ്റെ നീഡ്, റോള്, ദെൻ അതിൻ്റെ അണ്ടറിൽ കവർ ചെയ്യപ്പെടുന്ന കമ്പനീസ് ഏതാ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലേ. ദെൻ ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് ടുഡേസ് ടോപ്പിക് സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി ഓർ SIC. ക്ലിയർ ആണ് മക്കളെ? സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി ഓർ SIC എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ദെൻ ഇതും ഒരു അതോറിറ്റി ആണ് അല്ലെങ്കിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. യെസ്, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റിയാണ് സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ദെൻ it is endorsed by IASB. എന്തായിരുന്നു IASB? ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് IASB എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി ഓർ SIC എന്ന് പറയുന്ന ആ ഒരു ബോഡി, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു അതോറിറ്റി എന്ത് ചെയ്തിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടുള്ളത്? നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ എന്ത് ചെയ്യാനാണ്? ഇന്റർപ്രറ്റ് ചെയ്യാനാണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി തന്നെയാണ് SIC എന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മൾ എന്താ നോക്കാൻ പോണത്? പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS, നമ്മുടെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ IFRS നമ്മൾ സെറ്റിംഗ് അപ്പ്, അതായത് സെറ്റപ്പ് ചെയ്യാൻ, അത് ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എന്താണ് പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ഈ IFRS സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ് അത് കടന്നു പോണത് ഡ്യൂ പ്രോസസ് ആണ് പറയുക. IFRS നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡ്യൂ പ്രോസസ്. അതായത് ഡെവലപ്മെന്റ് ഓഫ് IFRS going through international consultation process which is called as due process. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ IFRS ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കടന്നു പോണത് ഇന്റർനാഷണൽ കൺസൾട്ടേഷൻ പ്രോസസ്സിലൂടെയാണ്. ആ ഇന്റർനാഷണൽ കൺസൾട്ടേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയണത്? ഡ്യൂ പ്രോസസ് എന്ന് പറയണത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താ നമ്മൾ പറയണത്? സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി SIC. ആ ഒരു കമ്മിറ്റി ആരാ ഫോം ചെയ്തിട്ടുള്ളത്? എൻഡോഴ്സ് ചെയ്യുന്നത് ആരാണ്? ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് അല്ലെങ്കിൽ IASB ആണ്. ദെൻ ഇതിനു വേണ്ടിയിട്ടുള്ളതാ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യാനാണ്? ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കമ്മിറ്റിയാണ്. ദെൻ പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ IFRS സെറ്റിംഗ് അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഡ്യൂ പ്രോസസ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ഡ്യൂ പ്രോസസ് പറഞ്ഞാൽ നമ്മൾ എന്താ, വാട്ട് ഈസ് ഡ്യൂ പ്രോസസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് എ പ്രോസസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് IFRS ഡെവലപ്ഡ് ഓർ ഇറ്റ് ഈസ് ദ ഇന്റർനാഷണൽ കൺസൾട്ടേഷൻ പ്രോസസ്. ഓക്കെ, സോ നമ്മൾ IFRS ഡെവലപ്പ് ചെയ്യുന്നതിലെ അല്ലെങ്കിൽ IFRS സെറ്റിംഗ് അപ്പ് ചെയ്യുന്നതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇനീഷ്യൽ സ്റ്റെപ്പ് എന്താണ് നമ്മൾ നോക്കുന്നത്? വാട്ട് ഈസ് ഇനീഷ്യൽ സ്റ്റെപ്പ്? സെറ്റിംഗ് ദ അജണ്ട. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു. അജണ്ട ഫോം ചെയ്യാം. നമ്മളിപ്പോൾ നോർമൽ ഒരു മീറ്റിംഗ് കൂടുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തുടക്കത്തിൽ ഏതൊരു സാധനത്തിലും നമ്മൾ അതിനൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ അജണ്ട സെറ്റ് ചെയ്യും ഇല്ലേ? അപ്പൊ IFRSലും അത് എങ്ങനെയാ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? സെറ്റിംഗ് ദി അജണ്ട സെറ്റ് ചെയ്യാണ്. അതിനെന്താ പറയുന്നത് ആ സ്റ്റെപ്പില്? determine the areas in which accounting standards need to be developed. ഈ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ എന്താ ചെയ്യുന്നത്? IFRS അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ആ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യേണ്ട, ആ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യേണ്ട ഡിഫറെന്റ് ഏരിയാസ്, അക്കൗണ്ടിങ്ങിലെ ഡിഫറെന്റ് ഏരിയാസ് എന്ത് ചെയ്യാണ്? ഡിറ്റർമൈൻ ചെയ്യാണ്. ഏതൊക്കെ ഏരിയയിലാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയയിലാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, അതെല്ലാം തീരുമാനിക്കുന്നത്, അതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് പ്രോസസ്സിലാണ്? ഫസ്റ്റ് പ്രോസസ്സിലാണ്. ആ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? സെറ്റിംഗ് ദി അജണ്ട. ദെൻ ഈ ഒരു അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. കാണാനുണ്ടോ? എന്താ പറയണത്? നമ്മളൊരു അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ IFRS അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്
അത് സെറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിന്റെ ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത്തരത്തിൽ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം അതാണ് നമ്മൾ താഴെ പറഞ്ഞിട്ടുള്ളത്. The first one, the relevance and reliability of information. നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഡാറ്റ വേണം. ഏതൊരു കാര്യം പ്രോസസ് ചെയ്യുമ്പോൾ ഡാറ്റ വേണം, അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണ്ടേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റയുടെ റെലവൻസും റിലയബിലിറ്റിയും നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റയുടെ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിന്റെ റെലവൻസ്, റിലയബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? റിസോഴ്സസ് കൺസ്ട്രെയിൻസ്. അതായത് നമ്മൾ IFRS ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഒക്കെ വേണം. റിസോഴ്സസ് ഇൻ ദ സെൻസ് നമുക്ക് അതിന് ഇൻഫർമേഷൻസ് വേണം, അല്ലെങ്കിൽ പീപ്പിൾ വേണം, വേറെ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള റിസോഴ്സസ് കൺസ്ട്രെയിൻസ്, ഏതൊക്കെ റിസോഴ്സസ് ആണ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളത്, അപര്യാപ്തമായിട്ടുള്ളത് ഏതൊക്കെയാണ്? റിസോഴ്സസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിന്റെ റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു, അത് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ തേർഡ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ദ ക്വാളിറ്റി ഓഫ് IFRS. നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോണ, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന, നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന IFRSന്റെ ക്വാളിറ്റി, അതിന്റെ ഗുണം, അതിന്റെ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യണം? അഷ്യൂർ ചെയ്യണം. നമ്മുടെ IFRS ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി SIC അത് എന്ത് ചെയ്യണം? അഷ്യൂർ ചെയ്യണം. ദെൻ അവൈലബിൾ ഗൈഡൻസ്, നമുക്ക് ആരൊക്കെയാണ് ഗൈഡൻസ് തരാനായിട്ടുള്ളത്, നമുക്ക് എവിടുന്ന്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമുക്കൊരു സ്ട്രക്ചർ തരുന്നത്, നമുക്ക് റൂൾസും റെഗുലേഷൻസും ഗൈഡൻസ് ഒക്കെ ആരൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാനുള്ളത്, അതെല്ലാം നമ്മൾ നോക്കണം. ദെൻ ദ ലാസ്റ്റ് വൺ, ദ പോസിബിലിറ്റി ഓഫ് കൺവേർജൻസ്. ഈ IFRSലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ IFRSനെ കൺവേർട്ട് ചെയ്യാനുള്ളത് പോസിബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നോക്കണം. അപ്പൊ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി അല്ലെങ്കിൽ SIC ആണ്. അത് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് അല്ലെങ്കിൽ IASB ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ ഇന്റർപ്രറ്റ് ചെയ്യാനാണ്. പിന്നെ പറയുന്നത് എന്താ? IFRS സെറ്റിംഗ് അപ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു പ്രോസസ്സാണ്. ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? സെറ്റിംഗ് ദി അജണ്ട സെറ്റ് ചെയ്യുക. അജണ്ട സെറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം? അജണ്ട സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് നോക്കുന്നത്. അതിന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഓക്കെ, യെസ്, നമ്മുടെ സെക്കൻഡ് പോയിന്റ് ആണ്. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? പ്ലാനിങ് ദ പ്രൊജക്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. നമ്മൾ എല്ലാ കാര്യം അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യണ്ടേ? അതുപോലെ തന്നെയാണ് നമ്മൾ IFRS സെറ്റപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ IFRS ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? പ്രൊജക്ട് പ്ലാൻ ചെയ്യണം. ഈ IFRS എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അത് സെറ്റപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ഡയറക്ടേഴ്സിന്റെ സൂപ്പർവിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നത്. സോ സെക്കൻഡ് പോയിന്റ് ആണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? അജണ്ട സെറ്റപ്പ് ചെയ്തു. ഏതൊക്കെ ഏരിയയിലാണ് നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി കഴിഞ്ഞു, ഐഡന്റിഫൈ ചെയ്തു. ഫസ്റ്റ് പോയിന്റ്. ദെൻ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഐഡന്റിഫൈ ചെയ്ത കാര്യങ്ങളെ പ്ലാൻ ചെയ്യാണ്, പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ് അണ്ടർടേക്ക് ചെയ്യുന്നത് ആരുടെ സൂപ്പർവിഷനിലാണ്? ഡയറക്ടേഴ്സിന്റെ സൂപ്പർവിഷനിലാണ്. ദെൻ തേർഡ് വൺ, മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് ദ ഡിസ്കഷൻ പേപ്പർ. നമ്മൾ ഒരു ഡിസ്കഷൻ പേപ്പർ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ദെൻ അത് എന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്യണം. ആ ഡിസ്കഷൻ പേപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും എങ്ങനെയാണ് പറയുന്നത്? ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ ഒരു IFRS സെറ്റപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വാരിയസ് എലമെന്റ്സിനെ, ഡിഫറെന്റ് എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? നമ്മൾ എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അതിനെ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ആ ഒരു പേപ്പർ, അതായത് നമ്മൾ ഇത്തരത്തിലൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഇന്ന രീതിയിലാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പേപ്പർ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ ആ പേപ്പറിനെയാണ് നമ്മൾ ഡിസ്കഷൻ പേപ്പർ എന്ന് പറയുന്നത്. ആദ്യം ഏതൊക്കെ എലമെന്റ് ആണെന്നുള്ളത് എല്ലാ എലമെന്റുകളും നമ്മൾ എന്ത് ചെയ്യാണ്? ഐഡന്റിഫൈ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ദെൻ പേപ്പർ ഡെവലപ്പ് ചെയ്യുന്നു. ആ പേപ്പറിനെ നമ്മൾ എന്ത് പേരാ പറയുക? ഡിസ്കഷൻ പേപ്പർ. ആ ഡിസ്കഷൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു? എമംഗ് പബ്ലിക്കിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സർക്കുലേറ്റ് ചെയ്യാണ്. അതായത് പബ്ലിക്കിന്റെ മുന്നിൽ നമ്മളത് വെക്കുകയാണ്, പബ്ലിഷ് ചെയ്യണം, അവരുടെ മുന്നിൽ
വെക്കുകയാണ്. സോ അതാണ് തേർഡ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റിൽ അജണ്ട സെറ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ പോയിന്റിൽ പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നു, മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഡിസ്കഷൻ പേപ്പർ ഡെവലപ്പ് ചെയ്ത് അത് പബ്ലിക്കിന്റെ മുന്നിൽ പബ്ലിഷ് ചെയ്യാണ്. സോ വാരിയസ് എലമെന്റ് ഡിസ്കസ് ചെയ്യുന്നു, പേപ്പർ ഡെവലപ്പ് ചെയ്യുന്നു, അത് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചു. പബ്ലിക്കിന്റെ മുന്നിൽ വെക്കുന്നത് എന്തിനാണ്? അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ കമന്റ്സുകൾ റിസീവ് ചെയ്യാനാണ്, അവരുടെ കമന്റുകൾ വായിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് നമുക്ക് അറിയാനാണ്. സോ ദ ഫോർത്ത് പോയിന്റിൽ എന്താ പറയുന്നത്, ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് ദി എക്സ്പോഷർ ഡ്രാഫ്റ്റ്. ഇപ്പൊ ഇതിൽ നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ അത് വെച്ചു, അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു. ഇനി കൺസിഡർ പബ്ലിക് വ്യൂസ് ആൻഡ് ഒപ്പീനിയൻസ്, അതായത് പബ്ലിക്കിന്റെ വ്യൂസും ഒപ്പീനിയൻസ് ഒക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ്, അതായത് നമ്മൾ ആദ്യം ചെയ്തതിനൊക്കെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് പബ്ലിക്കിന്റെ വ്യൂസും ഒപ്പീനിയൻസ് എല്ലാം കൺസിഡർ ചെയ്ത് നമ്മളൊരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ആദ്യം വെച്ചത് ഡിസ്കഷൻ പേപ്പർ ആണ്, രണ്ടാമത് എന്താ, അതൊരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആക്കി, അതായത് ഓൾമോസ്റ്റ് ഒരു സ്ട്രക്ചേർഡ് ആക്കി നമ്മൾ വെച്ചു. ദെൻ അതും എന്ത് ചെയ്യുന്നു, ഗിവ് ഓപ്പർച്യൂണിറ്റി ടു കമന്റ്, പബ്ലിക്കിന് അഭിപ്രായം പറയാനുള്ള അവസരം അതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ എന്താ പറയുന്നത്, ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് ദ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ആദ്യം അജണ്ട സെറ്റ് ചെയ്തു, രണ്ടാമത് നമ്മൾ പ്രൊജക്ട് പ്ലാൻ ചെയ്തു, മൂന്നാമത് നമ്മൾ ഡിസ്കഷൻ പേപ്പർ ഉണ്ടാക്കി പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചു, അവരുടെ അഭിപ്രായങ്ങളും കറക്ഷൻസ് ഒക്കെ നമ്മൾ സ്വീകരിച്ചു. ദെൻ അതിൽ ചേഞ്ചസ് വരുത്തി എക്സ്പോഷർ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതും നമ്മൾ പബ്ലിക്കിന്റെ ഒപ്പീനിയന് വേണ്ടി വിട്ടുകൊടുത്തു. ദെൻ പബ്ലിക്കിന്റെ ആ ഒപ്പീനിയൻസ് കൂടി കൺസിഡർ ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ IFRS ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പബ്ലിഷ് ചെയ്യാൻ പോവാണ്, ഡെവലപ്പ് ചെയ്യാൻ പോവാണ്, ഫൈനൽ ഡ്രാഫ്റ്റ്. സോ ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, based on external review a pre-ballot draft is prepared. exposure draft പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൺസിഡർ ചെയ്തു, ആ അഭിപ്രായങ്ങളുടെ ബേസിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നു, a pre-ballot draft, ഒരു pre-ballot draft പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ആ pre-ballot ഡ്രാഫ്റ്റിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മുടെ അതോറിറ്റീസുമായിട്ട് അല്ലെങ്കിൽ എക്സ്പേർട്സുമായിട്ട് കൺസിഡർ ചെയ്ത് അവരുടെ ഒപ്പീനിയൻസ് കൂടി കണക്കിലെടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫൈനലി IFRS എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യാണ് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാണ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ എന്താ പറയുന്നത്, പ്രൊസീജിയർ ആഫ്റ്റർ എ സ്റ്റാൻഡേർഡ് ഈസ് ഇഷ്യൂ. ഇപ്പൊ നമ്മൾ ഫിഫ്ത്ത് പോയിന്റിൽ എന്ത് ചെയ്തു, IFRS ഇഷ്യൂ ചെയ്തു. ഇനി IFRS അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നമ്മൾ ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള പ്രൊസീജിയറാണ് പറയുന്നത്. ആഫ്റ്റർ എ IFRS ഈസ് ഇഷ്യൂഡ്, ഓൾ റെലവന്റ് ബോഡീസ് analyze the practical implementation and its impact. നമ്മളിപ്പോൾ അത് ഇഷ്യൂ ചെയ്തു, ഇനി അതിൻ്റെ എല്ലാ അതോറിറ്റീസും അല്ലെങ്കിൽ എക്സ്പേർട്സും റെലവന്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഒക്കെ എന്ത് ചെയ്യാൻ മക്കളെ, അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്ട് എന്താണെന്നൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ IFRS സെറ്റപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ്. അജണ്ട, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് ആദ്യം അജണ്ട സെറ്റ് ചെയ്യുന്നു, പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നു, ഡിസ്കഷൻ പേപ്പർ സെറ്റ് ചെയ്യുന്നു, എക്സ്പോഷർ ഡ്രാഫ്റ്റ് സെറ്റ് ചെയ്യുന്നു, ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിന് അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഈ 6 സ്റ്റെപ്പുകളാണ് ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ IFRS സെറ്റപ്പ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടേക്ക് ബുക്സ് നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യണം, അപ് ടു ഡേറ്റ് ആയിട്ട് ടേക്ക് ഡൗൺ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.